1201 കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഇവിടെ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. അതായത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് ഒരു ഏറെ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു വീട് സ്വന്തമാക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം. അത് നിങ്ങൾക്ക് ഈ മാസം സാധിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് ഈ ചിങ്ങമാസത്തിലേക്ക് വേണ്ടി വിവാഹ നിശ്ചയമോ വിവാഹമോ നടത്താൻ വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നു. അതുപോലെ ചില ദമ്പതിമാർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകുന്നു. അതുപോലെ നാൽക്കാലി വളർത്തി അത് വ്യാപാരം ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഏത് രീതിയിലുള്ളതായിരുന്നാലും അവർക്ക് വളരെ ലാഭം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ ശത്രുക്കളിൽ നിന്നും അസൂയാലുക്കളിൽ നിന്നും ഒക്കെ ചില ശല്യങ്ങൾ ഉണ്ടായിരുന്നത് കുറഞ്ഞു കിട്ടുന്നു. അതുപോലെ ബന്ധുക്കൾക്ക് നിങ്ങളോടുള്ള വൈരാഗ്യവും അതുപോലെ നിങ്ങൾക്ക് അവരോടുള്ള വൈരാഗ്യവും എല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ ഈ മരിച്ച നമ്മുടെ ആൾക്കാർക്ക്, അതായത് പിതൃക്കൾക്ക് ഉണ്ടായിരുന്ന മോക്ഷപ്രാപ്തിക്കുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് ഈ മാസം നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ്. അവർക്ക് വേണ്ടി ഈ കർക്കിടക മാസത്തിൽ അവർക്ക് കർക്കിടക വാവിൽ അവർക്ക് വേണ്ടുന്ന തർപ്പണങ്ങളും അതുപോലെ ബലിയിടലൊക്കെ ചെയ്യുക വളരെ നല്ലതായിരിക്കും. ധർമ്മപരമായിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ദാനാദി ധർമ്മങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവാലയത്തിൽ നേർച്ച നേർന്നിട്ട് മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ മുടക്കങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ട ഒരു സമയമാണ്. അതുപോലെ നല്ല പ്രാർത്ഥനകളും പൂജകളൊക്കെ നടത്തുന്നതിനും നല്ലൊരു സമയമാണ്. കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു. ചിലർക്ക് ഈ സമയം വിദേശവാസം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ പാഴ് ചിലവുകൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അതുപോലെ ഒരു സാമ്പത്തിക അച്ചടക്കം സൃഷ്ടിക്കാൻ സാധിക്കുന്നു. ചിലപ്പോൾ ചിലർക്ക് അടുത്ത ബന്ധുക്കളുടെ ഒരു വിയോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എന്തായിരുന്നാലും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടുന്ന ഒരു സമയമാണിത്. അതുപോലെ ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലം ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതായത് ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാനാദി കർമ്മങ്ങളും ദൈവിക കർമ്മങ്ങളിലൊക്കെ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ ദൈവാധീന കുറവ് വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ഏതിന് ഇറങ്ങി തിരിച്ചാലും തടസ്സങ്ങളൊക്കെ വരാം. അതുപോലെ ഐശ്വര്യങ്ങൾ നിലനിർത്തുന്നതിനുള്ള പൂജകൾ ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും ഈ സമയത്ത്. ഇനി രേവതി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ആരോഗ്യപരമായി വലിയ പ്രശ്നമൊന്നും കാണാത്ത ഒരു സമയമാണ്. ചെറിയ അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. അതും കഫത്തിന്റെ ഉപദ്രവങ്ങളായിരിക്കും വരുന്നത്. ഇവർക്ക് അതൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും. വലിയ രീതിയിൽ ഗുരുതരമാകുന്നില്ല. ഇവർക്ക് സഹായിച്ചു കൊണ്ടിരുന്ന മുതിർന്ന ഒരു ബന്ധുവിന്റെ വിയോഗം ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു കുടുംബത്തിലേക്ക്. അഗ്നിയിൽ നിന്നും ഈ കുട്ടിയെ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. വിദ്യാഭ്യാസം തുടരുന്നതിനും വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനും അത് തുടർന്നു കൊണ്ട് പോകുന്നതിനും തടസ്സങ്ങളൊന്നും കാണുന്നില്ല. കുടുംബത്തിൽ ചില ഐശ്വര്യങ്ങൾ ക്രമേണ വർദ്ധിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ക്രമേണ ധനം ഉണ്ടാകുന്നു. കുടുംബത്തിൽ ഒരു വാഹനം വാങ്ങുന്നതിന് സാധ്യതയുണ്ട്. മോഷ്ടാക്കളെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഈ സമയം ചതി, വഞ്ചന എന്നിവ മൂലമുള്ള കഷ്ടപ്പാടുകൾ വരുന്നതിന് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. സർക്കാരിൽ നിന്നും ചില അനിഷ്ടങ്ങൾ വന്നേക്കാം. അതിനാല് മേലധികാരികൾ നിങ്ങളോട് കോപം വരുന്ന പ്രവൃത്തിയൊന്നും നിങ്ങൾ ചെയ്യരുത്. ഈ സമയം കേസും വഴക്കും ഒന്നിനും പോകാൻ യോജിച്ചൊരു സമയമല്ല. അതുകൊണ്ട് നിങ്ങൾ അതിനൊന്നും പോകാണ്ടിരിക്കുക. ശത്രുശല്യം ഉണ്ടാകാം. എന്നാലും ഈ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ഒരു കുഴപ്പവും കാണുന്നില്ല. ഈ സമയം അന്യ വീട്ടിലേക്ക് അല്ലെങ്കിൽ അന്യ സ്ഥലത്തേക്ക് താമസം മാറുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അന്യദേശവാസമാണ് ചെയ്യുന്നതെങ്കിൽ ധനലാഭം കൂടുതൽ പ്രതീക്ഷിക്കാം. ധനലാഭം വരുന്നത് സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇഷ്ടമുള്ള വിഷയം പഠിക്കുവാനായിട്ട് ഈ കുട്ടികൾക്ക് ഭാഗ്യമുണ്ട്. സർക്കാരിൽ നിന്നും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാമെങ്കിൽ തന്നെയും വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതിനൊരു പ്രശ്നം കാണുന്നില്ല. അതുപോലെ മേലുദ്യോഗസ്ഥർക്ക് നിങ്ങൾ ആവശ്യത്തിനുള്ള ബഹുമതി നിങ്ങൾ കൊടുക്കേണ്ടതാണ് ഈ കാലഘട്ടത്ത്. ധനലാഭം വരുമെങ്കിലും ചിലവ് കൂടും. അതുകൊണ്ട് നിയന്ത്രിക്കുക. 19 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ചില അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള ഒരു സമയമാണ്. ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. ചിലർക്ക് നല്ല രീതിയിലുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നു. എന്തായാലും ഈ നല്ലൊരു തൊഴിൽ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. വ്യാപാര മേഖലയിലേക്ക് തിരിയുന്നവർക്കായിരുന്നാലും നല്ല സമയമാണ്. പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും ഇവർക്ക് യോഗമുണ്ട്. തൊഴിലിൽ വളരെ ഉന്നതി ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. ചിലർക്ക് മികച്ച തൊഴിലിന് വേണ്ടി വിദേശത്തേക്ക് പോയി തൊഴിൽ തേടുന്നതിന് സാധ്യതയുണ്ട്.
സർക്കാരിൽ നിന്നും ഈ സമയം ചില ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിച്ചേക്കാം. ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്നില്ലെന്ന് വേണം കരുതുവാൻ. മുതിർന്ന ബന്ധുക്കൾക്ക് ഇതിൽ ചില രേവതി നക്ഷത്രക്കാർക്ക് മുതിർന്ന ബന്ധുക്കളുടെ ഒരു വിയോഗം വരുന്നതിന് സാധ്യത കാണുന്നുണ്ട്. ചില സമയം ചില തടസ്സങ്ങൾ ഉണ്ടാകാം. അതുപോലെ അസൂയാലുക്കളും ശത്രുക്കളും അധികം ശല്യം ചെയ്യാതെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 39 വയസ്സ് മുതൽ 45 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലം അത്ര സുന്ദരമല്ല. ചിലർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. അധികാര സ്ഥാനങ്ങളിൽ നിന്നും ചില അനിഷ്ടങ്ങൾ ഉണ്ടാകാം. ചിലർക്ക് ശാരീരികമായും മാനസികമായും ചില പ്രയാസങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ദമ്പതിമാർ തമ്മിൽ പിരിയാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഴിയുന്നതും ഈ വഴക്കുകളൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ്. കേസുകൾക്ക് വിജയ സാധ്യത കുറവാണ്. ആയതിനാൽ ഈ സമയം കേസുകൾക്കൊന്നും പോകാണ്ടിരിക്കുക. കൃഷിക്കാർക്ക് ഇത് അനുയോജ്യമുള്ള ഒരു കാലമല്ല. വീട് നിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങുന്നതിനൊക്കെ യോഗം കാണുന്നുണ്ട്. അലർജി, നീരിളക്കം, ചുമ, വായുകോപം, ജ്വരം എന്നിവ വരാൻ ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. ചിലർ വന മേഖലയിൽ പരിവേഷണ കാര്യങ്ങളുമായി പോയി അവിടെ താമസിക്കാൻ യോഗം കാണുന്നുണ്ട്. ചില ദമ്പതിമാർ തമ്മിൽ ചില പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷിക്കുക. ഉദ്യോഗസ്ഥർക്ക് അവർക്ക് ട്രാൻസ്ഫർ ലഭിക്കാൻ അല്ലെങ്കിൽ സ്ഥാനചലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ഒരുവിധം കാലം അനുകൂലമായ ഒരു സമയമാണ്. ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. എന്തു തന്നെ ആയാലും തൊഴിലിൽ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ സുഹൃത്ത് ബന്ധങ്ങളും ഉണ്ടാകുന്നു. ചിലർക്ക് വീണ്ടും വിവാഹം കഴിക്കുന്നതിനൊരു യോഗവും കൂടി കാണുന്നുണ്ട്. പ്രതാപവും ഐശ്വര്യങ്ങളും പദവിയും ആഡംബര ജീവിതങ്ങളെല്ലാം ലഭ്യമാകുന്നു. വാഹനം, വീട് ഉണ്ടാകുന്നു. കുടുംബ സ്വത്ത് ലഭിക്കാനായിട്ട് ഇവർക്ക് ഒരു യോഗം കാണുന്നുണ്ട്. മോഷ്ടാക്കളുടെ ശല്യം ഉണ്ടാകാം, അത് ശ്രദ്ധിച്ചാൽ മതി. വ്യാപാരത്തിൽ നിന്നും കൃഷിയിൽ നിന്നും വലിയ രീതിയിൽ ഗുണം ലഭിക്കുന്ന ഒരു കാലവും കൂടിയാണിത്. ചില അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു. വീടും ജോലി സ്ഥലവും ഒത്തുചേർന്ന് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വന്നു പെടാൻ ഒരു സാധ്യതയുണ്ട്. അത് ജ്വരം, പനി, വാദം മുതലായ രോഗങ്ങളാണ്. അതിനൊക്കെ ചികിത്സ ലഭിച്ചാൽ അത് തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നു. 55 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകുന്നു. ചില അവയവങ്ങൾക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചിലർക്ക് കേസുകൾ ഉണ്ടെങ്കിൽ അത് ജയിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നു. ടൈഫോയിഡ് പോലുള്ള പനികൾ ഉണ്ടാകാം. ബന്ധുക്കളുടെ സഹായം ഉണ്ടാകുന്നു. ശരീരത്തിൽ മുറിവുകൾ വന്നേക്കാം ഉള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ധനനാശം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്തമമായ നിക്ഷേപ പദ്ധതികളിൽ മാത്രമേ നിക്ഷേപിക്കാവൂ. അതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ ഭാവിയിലേക്ക് ആദായം ലഭിക്കൂ. വാഹനം ഉണ്ടാകാൻ യോഗം കാണുന്നു. ദമ്പതിമാർ തമ്മിൽ അകന്നു താമസിക്കാൻ ഒരു സാധ്യത ചിലരിൽ കാണുന്നുണ്ട്. ശത്രുക്കൾ ഇവിടെ ചില ആക്രമണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ചെറിയ അസുഖം ഉണ്ടായാലും ഉടൻ തന്നെ വൈദ്യസഹായം നേടുന്നത് ഈ കാലത്ത് നല്ലതായിരിക്കും. കാരണം ചില സമയം ഗുരുതരമാകാൻ സാധ്യത കാണുന്നുണ്ട്. ചിലർ വിദേശത്ത് പോയി സ്ഥിരതാമസമാക്കാനും അവിടെ വ്യാപാരം തുടങ്ങുന്നതിനും സാധ്യതയുണ്ട്. 62 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള രേവതി നക്ഷത്രക്കാർക്ക് ചിലർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകാം. മോശമായ സാമ്പത്തിക നിക്ഷേപ പദ്ധതികളിൽ ചേർന്നവർക്ക് വളരെ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ബുദ്ധിശൂന്യതയായി എന്ന് തോന്നാം. നിങ്ങൾക്ക് പലതിനോട് വെറുപ്പ് തോന്നാം. അന്യദേശവാസം ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകാം. അതുപോലെ തന്നെ ഉത്തമ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഇവിടെയും ഒരു യോഗം കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരാം. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. കൃഷിഭൂമി നിങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. സ്വന്തമായി ഒരു വ്യാപാര മേഖലയിൽ നിങ്ങളെ സ്വന്തമായിട്ടുള്ള വ്യാപാര മേഖലയിലാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് നിങ്ങളെല്ലാം സ്വയം പരിഹരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. വിഷവസ്തുക്കളിൽ നിന്നോ വിഷജന്തുക്കളിൽ നിന്നോ ചില ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 80 വയസ്സിന് മുകളിലോട്ടുള്ള രേവതി നക്ഷത്രക്കാർക്ക് ശരിയായ നിക്ഷേപങ്ങളിൽ നിന്നും ധാരാളം ധനം ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണിത്. സാമ്പത്തികമായി നല്ല ഉയർച്ച ഉണ്ടാകാം. ആരോഗ്യത്തിനും വലിയ പ്രശ്നമില്ല, നല്ല തൃപ്തികരമായിരിക്കും. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. അതുപോലെ നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ ജാതകപരമായോ പൂജാപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഒരു കാര്യം പറയാൻ ഉള്ളത്, ആദിത്യ ഗുരുയോഗം നടക്കുന്നതിനാൽ എത്ര വിദ്യാഭ്യാസമുള്ള ആളായാലും അവർക്ക് വളരെ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചെറിയ കോഴ്സുകൾ പഠിക്കുന്നത് കൊണ്ടും വിദേശ ഭാഷകൾ വശമാക്കുന്നത് കൊണ്ടും വളരെ പ്രയോജനം ലഭിക്കുന്നു. അങ്ങനെയുള്ളവർ അതിലേക്ക് വേണ്ടി ശ്രമിക്കുക.
അതുപോലെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ കാലെടുത്ത് വയ്ക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതും ശ്രമിച്ച് നല്ലതായിരിക്കും. ഈ യോഗം അങ്ങനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ബുദ്ധിശക്തി ഇത് ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിക്കുന്ന ഒരു യോഗമായിരുന്നതിനാൽ നിങ്ങൾക്ക് എന്തായി തീരണമോ ഏതായി തീരണമോ എന്നുള്ള മനസ്സിലാഗ്രഹം നിങ്ങൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ചില വ്യക്തികളെ മാന്യന്മാരായ നല്ല നേതാക്കളായി മാറ്റുന്നു. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ വന്നിരിക്കുന്നതിനാൽ ഭക്തജനങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ ഒരു ആശയക്കുഴപ്പം വരുന്നതിന് സാധ്യതയുണ്ട്. ദൈവമുണ്ടോ, മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ശരിയാണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം വരാം. ബന്ധുക്കളിൽ നിന്നും അകന്നു നിൽക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കേതു ശുക്ര യോഗത്തിനാൽ ഏത് ബന്ധത്തിലായിരുന്നാലും ശരി അതിന് ഒരു തെറ്റിദ്ധാരണ വരുന്നതിന് സാധ്യതയുണ്ട്. അതായത് ഒരു സംശയമായ പരസ്പര വിശ്വാസമില്ലാത്ത ഒരു അവസ്ഥ വന്നേക്കാം. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങളിലും അറിവ് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യങ്ങളിലും വേണ്ടി കാത്തിരിക്കുന്ന ചിലരെയും കാണാൻ സാധിക്കുന്നു. വ്യക്തിപരമായ ബന്ധങ്ങളിലും വിള്ളലുകൾ ഉണ്ടാകുന്നു. ആത്മീയതയിൽ നിന്ന് ഭക്തജനങ്ങൾ അകന്നു പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആഡംബരത്തിന് വേണ്ടിയോ മറ്റു കാര്യസാധ്യത്തിന് വേണ്ടിയോ ദേവാലയങ്ങൾ നശിപ്പിക്കപ്പെടാനോ കൊള്ളയടിക്കപ്പെടാനോ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ചില കപട ആചാര്യന്മാർ പുണ്യപ്പെട്ട അല്ലെങ്കിൽ വളരെ വിലപ്പെട്ട മതഗ്രന്ഥങ്ങൾ തെറ്റായിട്ട് ദുർവ്യാഖ്യാനം നടത്തുന്നതിനാൽ ഭക്തജനങ്ങളിൽ വലിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഭക്തജനങ്ങൾക്ക് ഈ കർക്കിടക മാസം അത്ര ഒരു നല്ല സമയമല്ല. ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.